ഹലോ, നമ്മൾ ഒത്തിരി ദിവസമായി ഒരു ജിമ്മിൻ്റെയൊക്കെ വ്ളോഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ജിമ്മിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് ജിമ്മിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാം. ഇന്ന് ചെസ്റ്റ് ഡേ ആണ്. അപ്പോൾ ബാ. എന്നാ അടി മോളെ ഉണ്ടോ? പള്ളി വരുന്നുണ്ട്, പാറ്റാന്നേ ഉള്ളു. എന്നാ വർക്കൗട്ട് ചെയ്യുന്നേ? ചെസ്റ്റാണോ? ചെസ്റ്റ് അടിച്ച് പൊളിക്കാം നമുക്ക്. നമുക്കൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ജിമ്മിൽ നിന്ന് കിട്ടുന്ന സെയിം മൈൻഡുള്ള അല്ലെങ്കിൽ സെയിം വേവ് ലെങ്ത് ഉള്ള ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് അത് വളരെ പ്രഷ്യസ് ആണ്. അങ്ങനെ എനിക്ക് ഈ ജിമ്മിൽ നിന്ന് കിട്ടിയിട്ടുള്ള എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഈ കിടന്ന് ചെസ്റ്റിനെ അടിക്കുന്ന. അവൻ്റെ പേര് സാമുവൽ. അപ്പം ഞങ്ങൾ ചെസ്റ്റ് ഡേ ആണ് ഇന്ന് ഉദ്ദേശിച്ചതെങ്കിലും പിന്നെ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി മൊത്തത്തിൽ ഒരു പുഷ് ഡേ അങ്ങ് ആക്കിയേക്കാം, ഒന്ന് മിക്സായിട്ട് വർക്കൗട്ട് ചെയ്തേക്കാമെന്ന് കരുതി. അങ്ങനെ ചെസ്റ്റിന് തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു അപ്പർ ബെഞ്ച് പ്രസ്സാണ് കൊടുത്തത്. അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഇട്ടൊക്കെ അടിച്ച്, ഇതിപ്പോൾ ഫസ്റ്റ് സെറ്റിലാണ് വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ കുറച്ച് വെയിറ്റൊക്കെ ഇട്ട് അടിക്കാൻ നോക്കി. കാരണം ചെസ്റ്റ് എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു മസിൽ പോയിൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞാനെപ്പോഴും ചെസ്റ്റ് പ്രസ് ഏതെങ്കിലും ഒരെണ്ണേ ഒരു ദിവസം കൊടുക്കാറുള്ളൂ. മാറി മാറിയാണ് ചെസ്റ്റ് പ്രസ് കൊടുക്കുന്നത്. സോ ഇനി നമ്മൾ ഫ്ലൈസ് ആണ് അടിക്കാൻ പോകുന്നത്. ഫ്ലൈസ് നമ്മൾ ചെസ്റ്റിൻ്റെ അടുത്ത വർക്കൗട്ട് നമ്മൾ ഫ്ലൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അടിക്കുന്ന റെപ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്ത് കാര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര പ്രോഗ്രസീവാണ്. പ്രൊഫഷണലൊക്കെ അങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ തമാശയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും ഈ വെയിറ്റും നമ്മളായിട്ട് അടിക്കുന്ന സെറ്റും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യം കേട്ടോ. ഞാനങ്ങനെ ബേസിക്കലി ചെയ്യാറില്ല, എനിക്ക് മടിയാണ്. പക്ഷേ സാമുവൽ അങ്ങനെ ഒരാളല്ല. സാമുവൽ എടുക്കുന്ന വെയിറ്റും റെപ്സും ഒക്കെ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. അതിൻ്റെ പ്രോഗ്രസ് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. സോ നിങ്ങളും അതൊന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ചെസ്റ്റിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷോൾഡറിൻ്റെ വർക്കൗട്ടിലായിട്ടാണ് കയറിയത്. ഇന്ന് ഷോൾഡറിന് മെഷീനിലാണ് ഒരു പ്രസ് കൊടുക്കുന്നത്. ഷോൾഡറിന് ഒരു 2 വർക്കൗട്ടാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു പുഷ് ഡേ ആയതുകൊണ്ട് തന്നെ 3 പാർട്സുകൾ വർക്കൗട്ട് ചെയ്യണമല്ലോ. അപ്പം ഈ 2 വർക്കൗട്ട് ചെയ്താണ് നോർമലി കൊടുക്കാറ്. അടുത്തായിട്ട് ഷോൾഡറിന് കൊടുത്തത് സിംഗിൾ ടേബിൾ ലാറ്ററൽ റൈസ് ആണ്. ഞങ്ങൾ പൊതുവായിട്ട് പുഷ് ഡേക്ക് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഇപ്പോൾ പുഷ് ഡേ ആണെങ്കിൽ ചെസ്റ്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ചെസ്റ്റിന് കോമ്പൗണ്ടും വർക്കൗട്ടുകൾ ആഡ് ചെയ്യും. അടുത്ത പുഷ് ഡേ വരുമ്പോഴത്തേക്കും ഷോൾഡറിനായിരിക്കും ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ മസിൽ ഗ്രൂപ്പും നന്നായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ ജിമ്മ് വളരെ ശാന്തമായിട്ടുണ്ട്. ഒരു മനുഷ്യനില്ല ഇതിനകത്ത്. സമയം 9:30 വരെ ഒരു മനുഷ്യനില്ല. നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വിജയകരമായിട്ട് ഞങ്ങളുടെ പുഷ് ഡേയിലെ ലാസ്റ്റ് വർക്കൗട്ട് ഐറ്റമായിട്ടുള്ള ട്രൈസെപ്സിലോട്ട് ഞങ്ങൾ മൂവ് ചെയ്തു. ട്രൈസെപ്സിനും 2 വർക്കൗട്ടാണ് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഒന്നാമത് ഒരു എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഒരു പുഷ് ഡൗൺ മൂവ്മെൻറ്റുമാണ് ട്രൈസെപ്സിന് കൊടുത്തത്. അങ്ങനെ വിജയകരമായിട്ടുള്ള പുഷ് ഡേ ഇന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഞങ്ങളുടെ ആശാൻ ഈ പാറി പറന്നൊക്കെ നടപ്പുണ്ട്. ഇന്ന് നൈസ് ഒരു വർക്കൗട്ടായിരുന്നു. പക്ഷേ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്നാലും കുഴപ്പമില്ലാതെ അത്യാവശ്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക്
അടുത്ത വീഡിയോ കാണാം. ടാറ്റ.